അസ്സലാമലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പറങ്കി മാങ്ങ ഉണ്ടല്ലേ, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പറങ്കി മാങ്ങയാണിത്. ഇതുകൊണ്ട് ഇതിൻ്റെ ചാറെടുത്തിട്ട് ഒരു കുറുക്ക് തയ്യാറാക്കാനാണ് പോണത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഓരോന്നെടുത്തിട്ട് നമുക്ക് ചെറുതാക്കി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ പാകത്തിനാണ് കേട്ടോ മുറിക്കേണ്ടത്. ചാറ് മാത്രമേ എടുക്കുള്ളൂ. ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് പിഴിഞ്ഞിട്ട് ചാറെടുക്കലാണ് കേട്ടോ. അങ്ങനെ മിക്സിയുടെ ജാറ് നിറയെ ഇട്ടിട്ടുണ്ട്. ഇതാ കുറച്ച് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം. ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ ഇതിൻ്റെ ചാറ് മാത്രമേ നമുക്ക് കിട്ടുമല്ലോ. ചാറ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. പ്രാവശ്യമായിട്ട് അരച്ചെടുത്ത പറങ്കി മാങ്ങൻ്റെ ചാറാണിത് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും ചാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 3 സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ.
കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. കുട്ടികളിങ്ങനെ മിഠായിക്ക് കടിച്ച കടിപ്പി എന്നൊക്കെ പറയുന്നത്. നിങ്ങളെന്താ പറയുകയെന്നറിയില്ല, കമൻ്റ് ചെയ്യണം കേട്ടോ അവിടെ പറയുകയെന്നൊക്കെ. പഞ്ചസാരയും അരിപ്പൊടിയും പത്തിരിക്ക് ഉപയോഗിക്കുന്ന പൊടി മാത്രമേ ഇതിക്ക് ചേർത്തിട്ടുള്ളൂ. ഒരു നുള്ളു ഉപ്പ്. പിന്നെ കൂടുതലായിട്ട് വേണ്ടത് പറങ്കിമാങ്ങൻ്റെ ചാറാണ്. പൊടി കണ്ടിട്ടുണ്ട്. ഇതുപോലെ ആവും നിങ്ങൾ ഇതുപോലെ ആവുന്ന സമയത്ത് മീഡിയം കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ തടവിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ പറങ്കി മാങ്ങ കുറുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. ചൂടാറിയതിന് ശേഷം കുട്ടികൾക്കൊക്കെ